ഹലോ എല്ലാവർക്കും ടെക് പി എസ് സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. യു വി വിസിബിൾ സ്പെക്ട്രോസ്കോപ്പിയുടെ നെക്സ്റ്റ് പാർട്ടാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ ഇവിടെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എങ്ങനെ ലാംഡ മാക്സ് കാൽക്കുലേറ്റ് ചെയ്യാം എന്ന് വരെ നമ്മൾ പറഞ്ഞായിരുന്നു. അപ്പോൾ അതിന്റെ ബാക്കി തൊട്ട് ഇനി നമ്മൾ യു വി വിസിബിൾ സ്പെക്ട്രോസ്കോപ്പിയുടെ ചില സ്പെഷ്യലൈസ്ഡ് ഡിറ്റക്ടേഴ്സിനെ കുറിച്ചാണ് പഠിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, സോ ഡിറ്റക്ടേഴ്സ് യൂസ്ഡ് ഇൻ യു വി വിസിബിൾ സ്പെക്ട്രോസ്കോപ്പി ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. Detectors in UV visible spectroscopy play a crucial role in converting the light signal absorbed by the sample into electrical signal. Okay, അപ്പോൾ ഈ സാമ്പിൾ എന്താ, ഡിറ്റക്ടേഴ്സിന്റെ ജോലി എന്താ? ഈ സാമ്പിൾ ലൈറ്റ് സിഗ്നൽസ് ആക്കിയായിരിക്കും എന്ത് ചെയ്യുന്നത്, ഈ സിഗ്നൽസിനെ ലൈക്ക് റേഡിയേഷൻസിനെ എന്ത് ചെയ്യുന്നത്, അബ്സോർബ് ചെയ്യുന്നത്. ഓക്കെ, എന്നിട്ട് ഈ അബ്സോർബ് ചെയ്തതിനു ശേഷം പുറത്തു വരുന്ന എമിറ്റഡ് ലൈറ്റിൽ നിന്നാണ് നമ്മൾ എന്ത് കണ്ടുപിടിക്കുന്നത്, ഈ ഒരു ഡിഫറൻസ് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, സോ ഇത്തരത്തിലുള്ള ഈ ഒരു ഇന്റൻസിറ്റീസിന്റെ, അതായത് ഇന്റൻസ് ലൈറ്റിന്റെയും എമിറ്റഡ് ലൈറ്റിന്റെയും ഇന്റൻസിറ്റിയിലുള്ള വ്യത്യാസം അത് നമുക്ക് എങ്ങനെയാ ലൈറ്റ് സിഗ്നൽസ് ആക്കിയായിരിക്കും കിട്ടുക. ആ ലൈറ്റ് സിഗ്നൽസിനെ ഇലക്ട്രിക്കൽ സിഗ്നൽസ് ആക്കി മാറ്റുക എന്നുള്ള ജോലിയാണ് ഡിറ്റക്ടേഴ്സിനുള്ളത്. There are various type of detectors used in UV visible spectroscopy, each with its own characteristics and advantage. Okay, പല ടൈപ്പ് ഉണ്ട് എന്ന് പറയുന്നു. Here the detailed notes on detectors commonly employed in UV visible spectroscopy. അപ്പോൾ അതാണ് പ്രധാനമായിട്ട് നമ്മൾ UV visible spectroscopyയിൽ യൂസ് ചെയ്യുന്ന ഡിറ്റക്ടേഴ്സിനെ കുറിച്ചാണ് ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ 4 ടൈപ്പ് ഓഫ് ഡിറ്റക്ടേഴ്സിനെ കുറിച്ച് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും. ഓക്കെ, അതിൽ ഒന്നാമത്തത് ഫോട്ടോ ഡയോഡ് അറേ, PDA ഡിറ്റക്ടർ. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ ഡിറ്റക്ടർ എന്ന് പറയുന്നത് PDA ഡിറ്റക്ടർ ആണ്, ഫോട്ടോ ഡയോഡ് അറേ. ഓക്കെ, അപ്പോൾ അതിന്റെ ഓപ്പറേഷൻ എന്ന് പറയുന്നത് എങ്ങനെയാണ് അത് ഓപ്പറേറ്റ് ചെയ്യാൻ നോക്കാം. PDA detector consists of an array of photodiodes arranged in linear or two-dimensional format. Okay, linear formatലോ അല്ലെങ്കിൽ two-dimensional formatലോ, അതായത് ലൈൻ ആയിട്ടോ അല്ലെങ്കിൽ നിരയിലും വരിയിലും എന്നൊക്കെ പറയില്ലേ, അങ്ങനെ 2D ഫോർമാറ്റിലോ എന്ത് അറേഞ്ച് ചെയ്ത് വെക്കുന്നു, ഫോട്ടോ ഡയോഡ്സ് അറേഞ്ച് ചെയ്ത്. അതായത് ഫോട്ടോ ഡയോഡ്സ് എന്ന് പറയുമ്പോൾ ഫോട്ടോ സെൻസിറ്റീവ് ആയിട്ടുള്ള ഡയോഡുകൾ. ഓക്കെ, അത് അറേഞ്ച് ചെയ്ത് വെക്കുന്നു. ഈച്ച് ഫോട്ടോ ഡയോഡ് മെഷേഴ്സ് ദ ഇന്റൻസിറ്റി ഓഫ് ലൈറ്റ് അറ്റ് എ സ്പെസിഫിക് വേവ് ലെങ്ത്. ഓരോ ഫോട്ടോ ഡയോഡും എന്ത് ചെയ്യും, ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്ന ഓരോ ഫോട്ടോ ഡയോഡും ഈ ലൈറ്റിന്റെ ഇന്റൻസിറ്റിനെ മെഷർ ചെയ്യും. ഓക്കെ, സ്പെസിഫിക് വേവ് ലെങ്തിലുള്ള ലൈറ്റിന്റെ ഇന്റൻസിറ്റിയെ മെഷർ ചെയ്യും. എങ്ങനെയാണ് ചെയ്യുന്നത് PDA ഡിറ്റക്ടറിൽ. അപ്പോൾ ഇതിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് it allows for rapid data acquisition over a wide range of wavelength. Okay, rapid ആയിട്ടുള്ള ഡേറ്റ അക്വിസിഷന് ഇത് സഹായിക്കും. ഓക്കെ, വൈഡ് റേഞ്ച് ഓഫ് വേവ് ലെങ്ത് നല്ല അത്യാവശ്യം നല്ല റേഞ്ച് ഓഫ് വേവ് ലെങ്ത്തിൽ ഇതിനെ നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു കോൺസെൻട്രേഷൻ, ഇതിന് മുമ്പത്തെ ക്ലാസ്സുകളിൽ നമ്മൾ പറഞ്ഞതാണ്, കോൺസെൻട്രേഷൻ എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. കാരണം കോൺസെൻട്രേഷൻ കൂടിപ്പോയാൽ അബ്സോർപ്ഷൻ മാക്സിമം കൂടിപ്പോകും. അബ്സോർപ്ഷൻ മാക്സിമം കൂടിപ്പോയാൽ ഒരുപക്ഷെ ഡിറ്റക്ടേഴ്സിന് എന്ത് ചെയ്യാൻ പറ്റില്ല, അതിന്റെ ലിമിറ്റിനേക്കാളും കൂടുതലായിരിക്കും നമ്മൾ പറഞ്ഞു ഓർക്കുന്നുണ്ടോ. അപ്പോൾ ഇവിടെ PDA ഡിറ്റക്ടർ ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാലും വലിയ കുഴപ്പമില്ല. കാരണം ഒരു വൈഡ് റേഞ്ച് ഓഫ് വേവ് ലെങ്തിനെ അനലൈസ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഇതിനുണ്ട്. അതൊരു അഡ്വാൻറ്റേജ് ആണ്. Enables simultaneous measurements of multiple wavelengths, facilitating the acquisition of complete UV visible spectra in a single scan. Okay, പല മൾട്ടിപ്പിൾ വേവ് ലെങ്തിനെ അനലൈസ് ചെയ്യാനുള്ള, സൈമൾട്ടേനിയസ്ലി ഒരേ സമയം തന്നെ പല റേഡിയേഷൻസിനെ മെഷർ ചെയ്യാനുള്ള ഒരു കഴിവ് കൂടെ ഈ ഒരു PDA ഡിറ്റക്ടറിനുണ്ട്. അതുകൊണ്ട് തന്നെ കംപ്ലീറ്റ് UV വിസിബിൾ സ്പെക്ട്ര, ഓക്കെ, UV വിസിബിൾ സ്പെക്ട്രയുടെ ഓരോ പാർട്ടായിട്ടുള്ള ഒരു കംപ്ലീറ്റ് UV വിസിബിൾ സ്പെക്ട്രയും ഒരു സിംഗിൾ സ്കാനിൽ തന്നെ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ആർക്ക് പറ്റും, PDA ഡിറ്റക്ടേഴ്സിന് പറ്റും. ഓക്കെ, അതാണ് ഫോട്ടോ ഡയോഡ് അറേ അല്ലെങ്കിൽ PDA ഡിറ്റക്ടേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി പ്രൊവൈഡ്സ് ഹൈ സെൻസിറ്റിവിറ്റി ആൻഡ് റെസൊല്യൂഷൻ. ഓക്കെ, സെൻസിറ്റിവിറ്റിയും അതുപോലെ തന്നെ റെസൊല്യൂഷനും. സെൻസിറ്റിവിറ്റി കൂടുതലായിരിക്കുമ്പോഴത്തേക്ക് എന്താണ്, കുറച്ച് ചെറിയൊരു സാമ്പിൾ മതി നമുക്ക് റിസൾട്ട് കിട്ടും. ഓക്കെ, സാമ്പിളിന്റെ ഇത് കുറവാണെങ്കിൽ അത് ഭയങ്കര സെൻസിറ്റീവ് ആയിരിക്കും, ഫോട്ടോ സെൻസിറ്റീവ് ആയിരിക്കും, റിസൾട്ട് കിട്ടും. അതുപോലെ റെസൊല്യൂഷൻ എന്ന് പറയുമ്പോൾ എന്താ, അത്രമാത്രം പ്രിസൈസ് ആയിരിക്കും ആ ഒരു വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അതിന്റെ ആപ്ലിക്കേഷൻസ് വരുന്നത് എവിടെയൊക്കെയാണ് എന്നാണ് നോക്കാൻ പോകുന്നത്. സ്യൂട്ടബിൾ ഫോർ കൈനറ്റിക് സ്റ്റഡീസ്. കൈനറ്റിക് സ്റ്റഡീസിന് സ്യൂട്ടബിൾ ആണ്. കൈനമാറ്റിക്സ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇതേപോലുള്ള റിയാക്ഷൻസിനെയൊക്കെ പറ്റി പഠിക്കുന്ന ഒരു ബ്രാഞ്ചിനെയാണ് കൈനറ്റിക്സ് എന്ന് പറയുന്നത്. സോ ആ ഒരു കൈനമാറ്റിക്സ് ഇല്ല, ലൈക്ക് സംതിങ് വിച്ച് ഇസ് റിലേറ്റഡ് ടു ദ മൂവ്മെന്റ്, അതാണ് കൈനമാറ്റിക്സ്. ഓക്കെ, അപ്പോൾ കൈനറ്റിക് സ്റ്റഡീസിനെല്ലാം വളരെ യൂസ്ഫുൾ ആണ്. റാപ്പിഡ് ഡാറ്റ കളക്ഷൻ ഈസ് എസെൻഷ്യൽ. ഓക്കെ, അപ്പോൾ കൈനറ്റിക്സിന്റെ പ്രത്യേകത റാപ്പിഡ് ആയിട്ടുള്ള ഡാറ്റ കളക്ഷൻ എസെൻഷ്യൽ ആണ്. ഓക്കെ, ചിലപ്പം റേഞ്ച് കുറച്ച് കൂടുതലായെന്ന് വരാം. അപ്പോൾ അത്രയും വൈഡ് റേഞ്ചിലുള്ള ഇതിനെ ഇത് ചെയ്യാൻ പറ്റുന്ന, അനലൈസ് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ അത്രയും ഓപ്പറേഷണൽ പവർ ഉള്ള
ഒരു ഡിറ്റക്ടറാണ് നമുക്ക് അവിടെ ആവശ്യം കൈനമാറ്റിക്സിൽ. മാത്രമല്ല ചിലപ്പോൾ വളരെ ക്വിക്കായിട്ടുള്ള റാപ്പിഡ് ആയിട്ടുള്ള ഇത് വേണ്ടി വരും. അപ്പോൾ അത്രയും സെൻസിറ്റീവ് ആയിരിക്കണം, അത്രയും ഫോട്ടോ സെൻസിറ്റീവ് ആയിരിക്കണം. അതൊക്കെ കൊണ്ട് കൈനമാറ്റിക്സിന് അല്ലെങ്കിൽ കൈനറ്റിക് സ്റ്റഡീസിന് ഏറ്റവും suitable ആയിട്ടുള്ളതാണ് PDA ഡിറ്റക്ടർ എന്ന് പറയുന്നത്. യൂസ്ഫുൾ ഫോർ മോണിറ്ററിംഗ് സ്പെക്ട്രൽ ചേഞ്ചസ് ഇൻ റിയൽ ടൈം സച്ച് ആസ് കെമിക്കൽ റിയാക്ഷൻസ് ഓർ ക്രോമാറ്റോഗ്രാഫിക് സെപ്പറേഷൻ. ഓക്കെ, റിയൽ ടൈം സ്പെക്ട്രൽ ചേഞ്ചസ് നമുക്ക് മോണിറ്റർ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, റിയൽ ടൈം ആയിട്ട് ലൈവായിട്ട് അതിനെ മോണിറ്റർ ചെയ്യാൻ പറ്റും. ഓക്കെ, കെമിക്കൽ റിയാക്ഷൻസ് അല്ലെങ്കിൽ ക്രോമാറ്റോഗ്രാഫിക് സെപ്പറേഷൻ, അങ്ങനെ സെപ്പറേറ്റ് ചെയ്തെടുക്കുന്ന കോമ്പൗണ്ട്സ് ഏതൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളെല്ലാം ഈ ഒരു PDA ഡിറ്റക്ടർ ഉപയോഗിച്ച് നമുക്ക് ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ സാധിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ അതാണ് നമുക്ക് പഠിക്കാനുള്ള ആദ്യത്തെ ഡിറ്റക്ടർ. ഓക്കെ, PDA ഡിറ്റക്ടർ. നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് PMT ഡിറ്റക്ടർ ആണ്, അഥവാ ഫോട്ടോ മൾട്ടിപ്ലയർ ട്യൂബ് എന്ന് പറയുന്ന PMT ഡിറ്റക്ടർ. അപ്പൊ ഇവിടെ അതിന്റെ ഓപ്പറേഷൻ എങ്ങനെയാണ്? A PMT detector utilizes the photoelectric effect to amplify the current produced by the incident light. Okay, അപ്പോൾ ഇവിടെ നേരത്തെ ആ ഒരു ലൈറ്റ് സിഗ്നൽസിനെ അല്ലെങ്കിൽ ഫോട്ടോ സിഗ്നൽസിനെ എന്താക്കി മാറ്റിയത്? ഇലക്ട്രിക്കൽ സിഗ്നൽസ് ആക്കി മാറ്റിയത് ഫോട്ടോ ഡയോഡ്സ് ഉപയോഗിച്ചായിരുന്നു. പക്ഷേ ഇവിടെ മൾട്ടിപ്ലയർ ട്യൂബ് ഉപയോഗിക്കുമ്പോഴുള്ള ഫോട്ടോ മൾട്ടിപ്ലയർ ട്യൂബ് ഉപയോഗിക്കുമ്പോഴുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഞാൻ അണ്ടർലൈൻ ചെയ്തിരിക്കുന്ന പോലെ തന്നെ ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് ആണ്. ഓക്കെ, അപ്പൊ എന്താണ് ഈ ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് എന്ന് പറയുന്നത്? ലൈറ്റ് വെൻ ഫോൾസ് ഓൺ എ മെറ്റൽ സർഫസ്, ലൈറ്റ് ഒരു മെറ്റൽ സർഫസിലേക്ക് വീഴുമ്പോൾ ആ ലൈറ്റിന്റെ ഫോട്ടോൺസ് ആ മെറ്റൽ സർഫസിലെ ഇലക്ട്രോൺസിനെ ഇജക്ട് ചെയ്യിപ്പിക്കും. സിംപ്ലി ലൈറ്റ് ഒരു സർഫസിലേക്ക് വന്നിരിക്കുമ്പോൾ ആ മെറ്റൽ സർഫസിൽ നിന്നും ഇലക്ട്രോൺസ് ഇജക്ട് ആയിക്കൊണ്ടിരിക്കും, ഇലക്ട്രോൺസ് പുറത്തു വന്നുകൊണ്ടിരിക്കും. ഇതിനെയാണ് ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് എന്ന് പറയുന്നത്. സോ ആ പുറത്തു വരുന്ന ഇലക്ട്രോൺസിനെ നമ്മൾ അങ്ങനെ ഒരു ട്യൂബിൽ കൂടെ കടത്തി വിട്ടാലോ ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ് ആയി. ആ ഫ്ലോ ഓഫ് ഇലക്ട്രോൺസിനെ അല്ലേ കറണ്ട് എന്ന് പറയുന്നത്. സോ ഇവിടെ ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് ഉപയോഗിച്ച് എന്ത് ചെയ്യുന്നു? ലൈറ്റ് സിഗ്നലിലെ ഇലക്ട്രിക്കൽ സിഗ്നൽസ് ആക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എ സീരീസ് ഓഫ് ഡൈനോഡ്സ് അറേഞ്ച്ഡ് ഇൻ എ വാക്യൂം ട്യൂബ്. ഓക്കെ, ഒരു സീരീസ് ഓഫ് ഡൈനോഡ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇതുപോലെ തന്നെയാണ് ഒരു എന്താ പറയുക, ഒരു ഇലക്ട്രോണിക് അപ്പാരറ്റസ് ആണ്. ഇതേപോലെ ഈ ഒരു കൺവേർഷൻ, അതായത് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിന് പര്യാപ്തമായ കൺവേർഷൻസ് നടക്കാനായിട്ട് സഹായിക്കുന്ന കുറച്ച് കമ്പോണൻസിനെയാണ് ഡൈനോഡ്സ് എന്ന് പറയുന്നത്. ഡൈനോഡ്സ് അറേഞ്ച്ഡ് ഇൻ എ വാക്യൂം ട്യൂബ്, ഒരു വാക്യൂം ട്യൂബിൽ ഇങ്ങനെ ഡൈനോഡ്സ് അറേഞ്ച് ചെയ്തിരിക്കും. നേരത്തെ എന്തായിരുന്നു? ഫോട്ടോ ഡയോഡ് ആയിരുന്നു അറേഞ്ച് ചെയ്തുകൊണ്ടിരുന്നത്. അറ്റ് ദ സെയിം ടൈം ഇവിടെ അറേഞ്ച് ചെയ്യുന്ന ഡൈനോഡ്സ് ആണ്. ഡൈനോഡ്സ് അറേഞ്ച് ചെയ്തിരിക്കും. Where each diodes releases additional electrons upon receiving photons. ഓരോ ഡയോഡും എന്ത് ചെയ്യും? ഇലക്ട്രോൺസിനെ റിലീസ് ചെയ്തുകൊണ്ടിരിക്കും. ഫോട്ടോൺസ് പതിക്കുന്നതിന്റെ ഫോട്ടോൺസ് അല്ലെങ്കിൽ ലൈറ്റ് റേസ് ഇങ്ങനെ പതിക്കുന്നതിനനുസരിച്ച് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഓരോ ഡയോഡ്സും എന്ത് പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കും? നമ്മുടെ ഇലക്ട്രോൺസ് ഇങ്ങനെ ഇജക്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, അപ്പൊ ഇലക്ട്രോൺസ് ഇജക്റ്റിംഗ് ഓഫ് കോഴ്സ് അതെന്താണ്? ഇലക്ട്രിക്കൽ സിഗ്നൽസ് ആക്കി മാറ്റിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇതിന്റെ അഡ്വാൻറ്റേജസ് നോക്കാം. ഓഫേഴ്സ് ഹൈ സെൻസിറ്റിവിറ്റി ആൻഡ് ലോ നോയ്സ്, സെൻസിറ്റിവിറ്റി വളരെ കൂടുതലാണ്, ലോ നോയ്സ്. അതുപോലെ മേക്കിംഗ് സ്യൂട്ടബിൾ ഫോർ ദ ട്രേസ് അനാലിസിസ് ആൻഡ് മെഷർമെന്റ്സ് ഓഫ് ലോ കോൺസെൻട്രേഷൻ സാമ്പിൾ. മറ്റതിനേക്കാളും പിടിപ്പിനേക്കാളും കുറച്ചുകൂടെ എന്താണ്? സെൻസിറ്റീവ് ആണ്. സെൻസിറ്റീവ് ആയതുകൊണ്ട് തന്നെ വളരെ ട്രേസ് എമൗണ്ടിൽ മാത്രമേ നമുക്ക് സാമ്പിൾ ഉള്ളെങ്കിൽ കൂടി അത്രയും സെൻസിറ്റീവ് ആയതുകൊണ്ട് ആ ഒരു സാമ്പിളിനെ പോലും ഈസി ആയിട്ട് അനലൈസ് ചെയ്യാനായിട്ട് നമുക്ക് ഏതുകൊണ്ട് സാധിക്കും? PMT ഡിറ്റക്ടർ ഉപയോഗിച്ച് സാധിക്കും. അതാണ് ഒന്നാമത്തെ അഡ്വാൻറ്റേജ്. രണ്ടാമത്തെ അഡ്വാൻറ്റേജ് കവേഴ്സ് എ ബ്രോഡ് സ്പെക്ട്രൽ റേഞ്ച് ഫ്രം UV ടു നിയർ ഇൻഫ്രാറെഡ്. ഓക്കെ, നല്ല അത്യാവശ്യം ബ്രോഡ് ആയിട്ടുള്ള സ്പെക്ട്രൽ റേഞ്ച് ഉണ്ട്. അതായത് UV തൊട്ട് നിയർ ഇൻഫ്രാറെഡ് വരെ. നിയർ ഇൻഫ്രാറെഡ് എന്ന് പറയുമ്പോൾ ഇൻഫ്രാറെഡിന്റെ തൊട്ടടുത്ത്, അതാണ് നിയർ ഇൻഫ്രാറെഡ്. അപ്പം UV റീജിയൻ തൊട്ട് നിയർ ഇൻഫ്രാറെഡ് വരെയുള്ള, അതായത് വിസിബിൾ സ്പെക്ട്രം അതിൽ ഇൻക്ലൂഡഡ് ആണ്. അത്രയും വലിയൊരു ബ്രോഡ് ആയിട്ടുള്ള ഒരു സ്പെക്ട്രം എന്ത് ചെയ്യുന്നുണ്ട്? ഇത് കവർ ചെയ്യുന്നുണ്ട്. പ്രൊവൈഡ്സ് ദ ഫാസ്റ്റ് റെസ്പോൺസ് ടൈംസ് അലോവിംഗ് ഫോർ റാപ്പിഡ് ഡേറ്റ അക്വിസിഷൻ. ഓക്കെ, റെസ്പോൺസ് ഒക്കെ ഭയങ്കര ഫാസ്റ്റും റെസൊല്യൂഷൻ ഒക്കെ അത്രത്തോളം പ്രിസൈസും ആണ്. അപ്പം അതിന്റെ ഫലമായിട്ട് തന്നെ എന്ത് ചെയ്യുന്നു? പ്രൊവൈഡ്സ് ഫാസ്റ്റ് റെസ്പോൺസ് അലോവിംഗ് റാപ്പിഡ് ഡേറ്റ അക്വിസിഷൻ. ഡേറ്റ അക്വിസിഷൻ ഭയങ്കര ഫാസ്റ്റ് ആയിരിക്കും. പെട്ടെന്ന് ഡേറ്റാസ് ഇങ്ങനെ നമുക്ക് അനലൈസ് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് ഇതിന്റെ വലിയൊരു പ്രത്യേകത. ഓക്കെ, ഇതിന്റെ ആപ്ലിക്കേഷൻസ് ഒന്ന് നോക്കാം. ആപ്ലിക്കേഷൻസിൽ widely used in quantitative analysis, especially for determining the concentration of analytes based on Beer-Lambert's law. Okay, നമ്മൾ Beer-Lambert's law ഉപയോഗിച്ച് concentration of analytes ഒക്കെ, അതായത് അനലൈസിന്റെ കോൺസെൻട്രേഷൻ ഒക്കെ കണ്ടുപിടിച്ചില്ലേ? അത് മുൻപത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ആ ഒരു ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസിന്, കാരണം
അത്രയും എന്താണ്, അത്രയും സെൻസിറ്റീവ് ആയതുകൊണ്ട് തന്നെ ഇത് കൂടുതലായിട്ടും ഇത് ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ് ആണ് ഉപയോഗിക്കുന്നത്. ക്വാണ്ടിറ്റേറ്റീവ് അതായത് അളവറിയാൻ, കോൺസെൻട്രേഷൻ അറിയാനാണ് ഉപയോഗിക്കുന്നത്. ഏതാണ് എന്നുള്ള സ്ട്രക്ചറൽ എലുസിഡേഷൻ നടത്താനായിട്ട് ഇത് സാധാരണ ഉപയോഗിക്കാറില്ല. Suitable for applications requiring high sensitivity such as pharmaceutical analysis and environmental monitoring. വളരെ ഹൈ സെൻസിറ്റിവിറ്റി റിക്വയർഡ് ആയിട്ടുള്ള റീജിയൻസിൽ, ഫോർ എക്സാമ്പിൾ ഫാർമസ്യൂട്ടിക്കൽ അനാലിസിസ്, നമ്മുടെ ഫാർമസ്യൂട്ടിക്കൽസ് ഒക്കെ വളരെ ചെറിയ മൈന്യൂട്ട് ആയിട്ടുള്ളൊരു ഇതായിരിക്കും, ഒരു എറർ ആയിരിക്കും, ചിലപ്പോൾ വലിയ സൈഡ് എഫക്ട്സ് എല്ലാം അതിൽ ഉണ്ടാക്കുന്നത്. സോ ആ ഒരു എറർ പോലും വരാൻ സാധ്യത ഉണ്ടാവരുത്, അത്രയും സെൻസിറ്റീവ് ആയിരിക്കണം. സോ അതിന് വേണ്ടിയിട്ട് ഫാർമസ്യൂട്ടിക്കൽസിൽ അതുപോലെ എൻവയോൺമെന്റൽ മോണിറ്ററിങ്ങിനെല്ലാം ഇത് ഉപയോഗിക്കുന്നുണ്ട് EMT ഡിറ്റക്ടർ. അപ്പൊ 2 ഡിറ്റക്ടർ കഴിഞ്ഞു. ഓക്കെ, ഇനി അടുത്ത ഡിറ്റക്ടറിലേക്ക് പോവാം. നെക്സ്റ്റ് CCD അഥവാ ചാർജ് കപ്പിൾഡ് ഡിവൈസ് ഡിറ്റക്ടർ, CCD ഡിറ്റക്ടർ എന്നാണ് ഇതിനെ സാധാരണ പറയുന്നത്. അപ്പൊ അതിന്റെ ഓപ്പറേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. A CCD detector consists of an array of silicon photodiodes that converts photon into electrical charges. Okay, അപ്പോൾ ഇവിടെ ഫോട്ടോ ഡയോഡ്സ് തന്നെയാണ് ഉപയോഗിക്കുന്നത്. ആദ്യം നമ്മൾ PDP-യിൽ പഠിച്ച പോലെ ഇവിടെ ഫോട്ടോ ഡയോഡ്സ് തന്നെയാണ് ഉപയോഗിക്കുന്നത്. പക്ഷേ അവിടെ ഉപയോഗിക്കുന്ന സിലിക്കൺ ഫോട്ടോ ഡയോഡ്സ് ആണ്. ഓക്കെ, സിലിക്കൺ ഫോട്ടോ ഡയോഡ്സ് ഉപയോഗിക്കുന്നു. That converts photon into electrical charge. ഈ സിലിക്കൺ ഡയോഡ്സ് എന്ത് ചെയ്യുന്നു, ഫോട്ടോൺസിനെ ഇലക്ട്രിക്കൽ ചാർജ് ആക്കി മാറ്റുന്നു. The charge generated by each photodiode is proportional to the intensity of light. അത് ഒബ്വിയസ് ആണ്. അതായത് കൂടുതൽ കറണ്ട് ഉണ്ടാവണമെങ്കിൽ എന്ത് ചെയ്യണം, അല്ലെങ്കിൽ കൂടുതൽ ചാർജ് ഉണ്ടാവണമെങ്കിൽ എന്ത് ചെയ്യണം, കൂടുതൽ ഇന്റൻസിറ്റി ഉള്ള ലൈറ്റ് അതിൽ വരണം. ഓക്കെ, അപ്പോൾ ഇന്റൻസിറ്റി കൂടുന്നതിനനുസരിച്ച് ഉണ്ടാവുന്ന എന്തും കൂടും, ഇലക്ട്രിക്കൽ സിഗ്നൽസിന്റെ ഇതും കൂടും. ഓക്കെ, അത് നമുക്കറിയാം, അത് സെൻസ് ആണല്ലോ. ഇതിന്റെ അഡ്വാൻറ്റേജ് എന്തൊക്കെയാണെന്ന് നോക്കാം. അഡ്വാൻറ്റേജ് എന്ന് പറയുമ്പോൾ ഓഫേഴ്സ് എക്സലന്റ് സെൻസിറ്റിവിറ്റി ആൻഡ് ലോ നോയ്സ്. ഓക്കെ, സെൻസിറ്റിവിറ്റി എല്ലാം ഭയങ്കര എക്സലന്റ് ആണ്, നോയ്സ് കുറവാണ്. മേക്കിംഗ് ഇറ്റ് സ്യൂട്ടബിൾ ഫോർ ബോത്ത് ക്വാളിറ്റേറ്റീവ് ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ്. ക്വാളിറ്റേറ്റീവ് അനാലിസിസിനും ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസിനും എന്ത് ഈ CCD ഡിറ്റക്ടർ ഉപയോഗിക്കാം. 2 അനാലിസിസിനും നമുക്ക് ഉപയോഗിക്കാം എന്ന് പറയുന്നു. Next, provides high resolution spectral data with precise wavelength accuracy. Okay, resolution, high resolution spectral data നമുക്ക് തരുന്നുണ്ട്. അതുപോലെ precise wavelength accuracy, wavelength accuracy ഒക്കെ പക്കയാണ്. ഓക്കെ, അത്രയും precise ആയിട്ടുള്ള wavelength accuracy നമുക്ക് കിട്ടുന്നുണ്ട്. Next, allows for versatile data processing and manipulation including baseline correction and peak integration എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പം പലതരത്തിലുള്ള ഡേറ്റ പ്രോസസ്സിങ്ങിനും പിന്നെ അങ്ങനെയുള്ള റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്കും ഇത് നമുക്ക് ഉപയോഗിക്കാം. ഓക്കെ, ഇൻക്ലൂഡിംഗ് ബേസ് ലൈൻ കറക്ഷൻ. അപ്പോൾ എന്താണ് ബേസ് ലൈൻ കറക്ഷൻ എന്ന് പ്രീവിയസ് വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അതുപോലെ പീക്ക് ഇന്റഗ്രേഷൻ. ഓക്കെ, ആ പീക്ക് വാല്യൂ അല്ലെങ്കിൽ ലാംഡ മാക്സ് കണ്ടുപിടിക്കുന്ന ആ പീക്ക് ഇന്റഗ്രേഷൻ പോലുള്ള ഇതിനെല്ലാം കുറെ കൂടെ സൂട്ടബിൾ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം ഈ ഒരു CCD ഡിറ്റക്ടർ എന്ന് പറയുന്നത്. ഓക്കെ, അതിന്റെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് commonly used in research laboratories for a wide range of applications including chemical analysis, biological research and material science. Okay, അപ്പം ഇതുപോലെ കെമിക്കൽ അനാലിസിസ്, ബയോളജിക്കൽ റിസർച്ച്, മെറ്റീരിയൽ സയൻസ് പോലെ ഇത്തരത്തിലുള്ള ഫീൽഡുകളിലെല്ലാം വൈഡ് റേഞ്ച് ഓഫ് ആപ്ലിക്കേഷൻ ഉണ്ട് ഈ ഒരു CCD ഡിറ്റക്ടറിന്. അതുപോലെ suitable for applications requiring detailed spectral characterization and accurate quantification. Okay, detailed ആയിട്ടുള്ള spectral characterization അതുപോലെ വളരെ accurate ഉള്ള quantification means അതിന്റെ അളവ്, കോൺസെൻട്രേഷൻ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയുക എന്നുള്ള കാര്യങ്ങൾക്കും എന്താണ് ഇത് വളരെയധികം ആപ്ലിക്കേഷൻസ് കണ്ടുവരുന്നുണ്ട്. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് 4ാമത്തെ ഡിറ്റക്ടർ ആണ് നമ്മുടെ ഫോട്ടോ ഡയോഡ് ഡിറ്റക്ടർ. ഓക്കെ, അപ്പൊ നമുക്ക് എന്താണ് ഈ ഫോട്ടോ ഡയോഡ് ഡിറ്റക്ടർ എന്ന് നോക്കാം. അതിന്റെ ഓപ്പറേഷൻ വരുന്നത് ഫോട്ടോ ഡയോഡ് ഡിറ്റക്ടർ ഓപ്പറേറ്റ്സ് ബേസ്ഡ് ഓൺ ദ പ്രിൻസിപ്പിൾ ഓഫ് ഫോട്ടോ ഇലക്ട്രിക് എഫക്ട്. ഫോട്ടോ ഇലക്ട്രിക് എഫക്ട് തന്നെയാണ് ഇവിടുത്തെ പ്രിൻസിപ്പിൾ. where the incident photons generate electrons hole pairs. Okay, അപ്പോൾ ഈ ഇൻസിഡന്റ് ചെയ്യുന്ന ഫോട്ടോൺസ് വന്ന് പതിക്കുന്ന പ്രകാശരശ്മികൾ എന്ത് ചെയ്യുന്നു, ഇലക്ട്രോൺ ഹോൾ പെയർസ് കണ്ടക്ട് ചെയ്യുന്നു വിത്തിൻ ദ സെമി കണ്ടക്ടർ. അപ്പോൾ ഇവിടെ ഒരു സെമി കണ്ടക്ടർ ആണ് ഉള്ളത്. നമ്മൾ പി ജംഗ്ഷൻ ഡയോഡിലൊക്കെ സെമി കണ്ടക്ടേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതേപോലുള്ള സെമി കണ്ടക്ടേഴ്സ് യൂസ് ചെയ്യുമ്പോൾ ഈ പതിക്കുന്നത് ഇലക്ട്രോൺ ഹോൾ പെയറുകളാണ് ഉണ്ടാക്കുന്നത്. ഓക്കെ, റിസൾട്ടിങ് ഇൻ മെഷറബിൾ ഫോട്ടോ കറന്റ്. ഓക്കെ, അപ്പോൾ ഈ ഇലക്ട്രോൺ ഹോൾ പെയർ ആണ് എന്തിന് കാരണം, ഫോട്ടോ കറണ്ടിന് കാരണം. ഫോട്ടോ കറണ്ട് എന്ന് പറയുമ്പോൾ പ്രകാശം മൂലം ഉണ്ടാകുന്ന കറണ്ട്, ഫോട്ടോ കറണ്ടിന് കാരണം. ഓക്കെ, അപ്പോൾ ഇതിന്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് നോക്കാം. ഓഫേഴ്സ് സിംപ്ലിസിറ്റി ആൻഡ് കോസ്റ്റ് എഫക്റ്റീവ്നെസ് കമ്പയർഡ് ടു മോർ കോംപ്ലക്സ് ഡിറ്റക്ടർ സിസ്റ്റം. ഓക്കെ, കോസ്റ്റ് എഫക്റ്റീവ് ആണ്, കുറച്ചുകൂടെ പൈസ കുറവാണ്, ചെലവ് കുറവാണ്, കമ്പാരിറ്റീവ്ലി കോസ്റ്റ് എഫക്റ്റീവ് ആണ്. ഓക്കെ, അതുപോലെ പ്രൊവൈഡ്സ് അഡിക്വേറ്റ് സെൻസിറ്റിവിറ്റി ഫോർ മെനി റുട്ടീൻ UV വിസിബിൾ സ്പെക്ട്രോസ്കോപ്പി ആപ്ലിക്കേഷൻ. ഓക്കെ, അപ്പം
കോസ്റ്റ് കുറവാണെങ്കിൽ തന്നെയും മറ്റുള്ള ഇതുമായിട്ട് കമ്പയറബിൾ ആയിട്ടുള്ള രീതിയിൽ തന്നെ സെൻസിറ്റിവിറ്റി ഒക്കെ കാണിക്കുന്നുണ്ട് എന്നുള്ളതാണ് രണ്ടാമത്തെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. സ്യൂട്ടബിൾ ഫോർ എഡ്യൂക്കേഷണൽ പർപ്പസ് ആൻഡ് റുട്ടീൻ അനാലിസിസ് ഇൻ ക്വാളിറ്റി കൺട്രോൾ ലബോറട്ടറീസ്. ഓക്കെ, അപ്പം റുട്ടീൻ അനാലിസിസിന് നമുക്ക് എന്ത് ഉപയോഗിക്കാൻ പറ്റും? ഈ ഒരു ഫോട്ടോ ഡയോഡ് ഡിറ്റക്ടർ ഉപയോഗിക്കാനായിട്ട് പറ്റും. അതുപോലെ എഡ്യൂക്കേഷണൽ പർപ്പസിനും നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിന്റെ ആപ്ലിക്കേഷൻസ് വന്നിട്ട് യൂസ്ഡ് ഇൻ റുട്ടീൻ അനാലിസിസ് ഓഫ് സാമ്പിൾസ് വിത്ത് റിലേറ്റീവ്ലി ഹൈ കോൺസെൻട്രേഷൻ വേർ ഹൈ സെൻസിറ്റിവിറ്റി ഈസ് നോട്ട് എ പ്രൈമറി റിക്വയർമെന്റ്. ഓക്കെ, നമുക്ക് റുട്ടീൻ അനാലിസിസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് റിലേറ്റീവ്ലി ഹൈ കോൺസെൻട്രേഷനിൽ സാമ്പിൾസ് ഉണ്ടാവും. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള സമയത്ത് നമുക്ക് ഏത് യൂസ് ചെയ്യാം? ഇത് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അവിടെ ഹൈ സെൻസിറ്റിവിറ്റി നമുക്ക് എന്തില്ല, ഹൈ സെൻസിറ്റിവിറ്റിയുടെ ആവശ്യം വരുന്നില്ല. ഓക്കെ, അടുത്ത സ്യൂട്ടബിൾ ഫോർ എഡ്യൂക്കേഷണൽ പർപ്പസസ് in academic setting to introduce students to UV visible spectroscopy principle and instrumentation. Okay, നമ്മൾ നേരത്തെ അഡ്വാൻറ്റേജസിൽ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ആപ്ലിക്കേഷനിൽ പറയുന്നത്. എന്താണ്? എഡ്യൂക്കേഷണൽ പർപ്പസിനും ഇത് വളരെ എഫക്റ്റീവായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും എന്ന് തന്നെയാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ നെക്സ്റ്റ് അതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഡിറ്റക്ടേഴ്സിലുള്ളത്. ഇനി നമ്മളെന്താ ഈ ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഈ ഒരു സ്പെക്ട്രോസ്കോപ്പിയുടെ ആപ്ലിക്കേഷൻ ഫുഡ് അഡൾട്ടറേഷൻ ഡിറ്റക്ഷനിൽ എങ്ങനെ ഉപയോഗിക്കാൻ പറ്റും എന്നല്ലേ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പം അതാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അതിൽ ഒന്നാമത്തത് ഐഡന്റിഫിക്കേഷൻ ഓഫ് അഡിറ്റീവ്സ്. ഈ UV വിസിബിൾ സ്പെക്ട്രോസ്കോപ്പി ഉപയോഗിച്ചിട്ട് പലതരം അഡിറ്റീവ്സ് ലൈക്ക് ആർട്ടിഫിഷ്യൽ കളേഴ്സ് അങ്ങനെയുള്ള അഡിറ്റീവ്സ് ഉണ്ടല്ലോ, പ്രിസർവേറ്റീവ്സ്, ഫ്ലേവർ എൻഹാൻസേഴ്സ് അങ്ങനെയുള്ള അഡിറ്റീവ്സിന്റെ ഐഡന്റിഫിക്കേഷൻ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ഫുഡിന് എക്സസ് ആയിട്ടുള്ള കെമിക്കൽസ് ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന്റെ ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ് എടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ അതാണ് ഒന്നാമത്തെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ഫുഡ് അഡൾട്ടറേഷൻ ഡിറ്റക്ഷനിലെ ആപ്ലിക്കേഷൻ. നെക്സ്റ്റ്, ഡിറ്റക്ഷൻ ഓഫ് കണ്ടാമിനൻസ്. ഓക്കെ, കണ്ടാമിനൻസ് എന്ന് പറയുമ്പോഴത്തേക്കും ഈ ഫുഡിന്റെ കണ്ടാമിനൻസ് എന്ന് പറയുമ്പോൾ അതിനെ മലിനമാക്കുന്ന സാധനങ്ങൾ, അതിനെ മോശമാക്കുന്ന വസ്തുക്കളെയാണ് കണ്ടാമിനൻസ് എന്ന് പറയുന്നത്. ആ കണ്ടാമിനൻസിന്റെ ഡിറ്റക്ഷന് വേണ്ടിയിട്ട് നമുക്ക് എന്താണ് വളരെ യൂസ്ഫുൾ ആയിട്ട് എന്ത് യൂസ് ചെയ്യാം? UV വിസിബിൾ സ്പെക്ട്രോസ്കോപ്പി യൂസ് ചെയ്യാനായിട്ട് പറ്റും. നെക്സ്റ്റ്, അനാലിസിസ് ഓഫ് ഫുഡ് കോമ്പോസിഷൻ. ഫുഡ് കോമ്പോസിഷന് അനാലിസിസ് ചെയ്യാനായിട്ട്. ഓക്കെ, അതായത് ഏതൊക്കെയാണ് എത്രയൊക്കെ കോമ്പോസിഷനിലാണ് ഉള്ളത് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്യാനായിട്ട് നമുക്ക് ഏത് ഉപയോഗിക്കാൻ പറ്റും? ഈ UV വിസിബിൾ സ്പെക്ട്രോസ്കോപ്പി ഉപയോഗിക്കാൻ പറ്റും. നെക്സ്റ്റ്, ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ്. ഓക്കെ, ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസിന് ഉപയോഗിക്കാൻ പറ്റും. അതുപോലെ ഓതന്റിക്കേഷൻ ഓഫ് ഫുഡ് ഒറിജിൻ ഓതന്റിഫിക്കേഷൻ, അതിനും UV വിസിബിൾ സ്പെക്ട്രോസ്കോപ്പി ഉപയോഗിക്കാനായിട്ട് പറ്റും. ഡീറ്റെയിൽസ് നമുക്ക് കാണാനായിട്ട് പറ്റും. ഓക്കെ, അപ്പം ജസ്റ്റ് ആ മെയിൻ പോയിന്റ്സ് മാത്രം ഇതിനൊക്കെ ഉപയോഗിക്കും എന്ന് മാത്രം അറിഞ്ഞിരുന്നാൽ മതി. ഓക്കെ, അപ്പോൾ ഇങ്ങനെ UV വിസിബിൾ സ്പെക്ട്രോസ്കോപ്പി നമ്മുടെ എന്താ പറയുക ഫുഡ് അഡൾട്ടറേഷൻ ഡിറ്റക്ഷനിലും വളരെയധികം ഒരു ആപ്ലിക്കേഷൻ ഉണ്ട് ഈ UV വിസിബിൾ സ്പെക്ട്രോസ്കോപ്പിക്ക്. ഇനി ഓവറോൾ ഈ UV വിസിബിൾ സ്പെക്ട്രോസ്കോപ്പിയുടെ അഡ്വാൻറ്റേജ് എന്താണ് എന്നാണ് നമ്മൾ പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ ഒന്നാമത്തെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് റാപ്പിഡ് അനാലിസിസ്. കുറെ കൂടെ ഈസി ആയിട്ട് കുറെ കൂടെ ഫാസ്റ്റ് ആയിട്ട് നമുക്ക് അനലൈസ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ക്വിക്ക് ആൻഡ് എഫിഷ്യന്റ് അനാലിസിസ് ഓഫ് ഫുഡ് സാമ്പിൾസ് ആണ് ഇവിടെ വരുന്നത്. രണ്ട്, മേക്കിംഗ് ഇറ്റ് suitable ഫോർ ഹൈ ത്രൂപുട്ട് സ്ക്രീനിങ്. ഓക്കെ, ഹൈ ത്രൂപുട്ട് സ്ക്രീനിങ്. അതുപോലെ നോൺ ഡിസ്ട്രക്റ്റീവ് ആണ്. UV വിസിബിൾ സ്പെക്ട്രോസ്കോപ്പി എന്ന് പറയുന്നത് നോൺ ഡിസ്ട്രക്റ്റീവ് ആണ്. കാരണം പ്രിസർവിംഗ് ദ ഇന്റഗ്രിറ്റി ഓഫ് സാമ്പിൾ ഫോർ ഫർദർ അനാലിസിസ് ഓർ ടെസ്റ്റിംഗ്. ഇതേ സാമ്പിളിനെ തന്നെ, അതായത് നമുക്ക് വളരെ കുറച്ച് സാമ്പിളേ ഉള്ളൂ എങ്കിൽ ഈ സാമ്പിളിനെ തന്നെ നമുക്ക് വേറെ എന്തെങ്കിലും ഉപയോഗിക്കാനായിട്ട് പറ്റും. ഇതിനെ ഡിസ്ട്രക്ട് ചെയ്യുന്നില്ല. ഓക്കെ, സാമ്പിളിനെ നശിപ്പിക്കുന്നില്ല. അതാണ് മെയിൻ ആയിട്ടുള്ള കാര്യം. കോസ്റ്റ് എഫക്റ്റീവ് ആണ്. കുറെ കൂടെ കൺവീനിയന്റ് ആയിട്ട് നമുക്ക് ഇത് ചെയ്യാനായിട്ട് പറ്റും. കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു മെത്തേഡ് കൂടിയാണ് UV വിസിബിൾ സ്പെക്ട്രോസ്കോപ്പി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് UV വിസിബിൾ സ്പെക്ട്രോസ്കോപ്പിയുടെ ഓവറോൾ അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്. ഈ പോയിന്റ്സ് എല്ലാം ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക. ഇനി അതിന് കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്. അപ്പോൾ അഡ്വാൻറ്റേജ് പഠിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ലിമിറ്റേഷൻസിനെ പറ്റി നമുക്ക് നല്ലൊരു ഐഡിയ വേണം. അപ്പോൾ എന്താണ് ലിമിറ്റേഷൻസ്? UV വിസിബിൾ സ്പെക്ട്രോസ്കോപ്പിയുടെ ലിമിറ്റേഷൻസ് ഒന്ന് നോക്കാം. ലിമിറ്റഡ് സ്പെസിഫിസിറ്റി വളരെ ലിമിറ്റഡ് ആണ്. ഓക്കെ, അതായത് നമ്മൾ പറയുന്നുണ്ട് പല ഡിറ്റക്ടേഴ്സ് ഉപയോഗിക്കുമ്പോഴും ഹൈലി സ്പെസിഫിക് ആണെന്നൊക്കെ പറയുന്നെങ്കിലും നമ്മളിവിടെ ഓവറോൾ ഇതിന്റെ ലിമിറ്റേഷൻസ് ആണ് പറയുന്നത്. ഓവറോൾ ലിമിറ്റേഷൻസ് എന്ന് പറയുമ്പോൾ മറ്റ് സ്പെക്ട്രോസ്കോപ്പിക് ടെക്നിക്കുകളെ അപേക്ഷിച്ച് UV വിസിബിൾ സ്പെക്ട്രോസ്കോപ്പിക്ക് സ്പെസിഫിസിറ്റി കുറച്ചുകൂടെ കുറവാണ് എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. അതായത് ഒരു വൈഡ് റേഞ്ച് ഓഫ് വേവ് ലെങ്ത് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അതിനനുസരിച്ചുള്ള റിസൾട്ടിന് വേരിയേഷൻസ് ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട്. ഇനി സാമ്പിൾ പ്രിപ്പറേഷൻ. പ്രോപ്പർ സാമ്പിൾ പ്രിപ്പറേഷൻ ഈസ് റിക്വയർഡ് ടു എൻഷുർ ആക്യുറേറ്റ് ആൻഡ് റിലയബിൾ റിസൾട്ട്. നമുക്ക് സാമ്പിൾ പ്രിപ്പറേഷനിൽ ചിലപ്പോൾ ആ സാമ്പിളിൽ ഒരു എയർ ബബിൾ വന്നാൽ കൂടി നമുക്ക് എന്ത് ചെയ്യും? അത് നമ്മുടെ റിസൾട്ടിനെ വളരെ മോശമായിട്ട് ബാധിക്കും.
ഓക്കെ, റിസൾട്ടും കിട്ടുന്നതിന് തമ്മിൽ യാതൊരു ബന്ധവും ഉണ്ടാവില്ല. അപ്പോൾ വളരെ നമ്മൾ അത്രയ്ക്കും വിജിലന്റ് ആയിരിക്കണം ആ ഒരു സാമ്പിൾ പ്രിപ്പറേഷന്റെ സമയത്ത്. അപ്പം ഇറ്റ്സ് ഹ്യൂമൻ ടു ഏർ എന്നാണല്ലോ പറയുന്നത്. ചിലപ്പോൾ മനുഷ്യ സഹജമാണ് തെറ്റുകൾ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള തെറ്റുകളൊക്കെ വന്നേക്കാം. ആ ഒരു സമയത്ത് നമുക്ക് അതിനനുസരിച്ചുള്ള വേരിയേഷൻസ് എല്ലാം ഇതിൽ കാണിക്കുന്നുണ്ട്. നെക്സ്റ്റ് സെൻസിറ്റിവിറ്റി ആണ്. UV visible spectroscopy may have limitations in detecting trace levels of adulterants, especially complex food matrices. Okay, അപ്പം ഒരുപാട് കോംപ്ലക്സ് ആയിട്ടുള്ള ഫുഡ് മാട്രിസസിൽ വളരെ കുറച്ച് അഡൾട്ടറൻസ് ആയിരിക്കും ഉപയോഗിച്ചുകൊണ്ടിരിക്കുക. ഓക്കെ, അപ്പം അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ എന്ത് കണ്ടുപിടിക്കാനായിട്ട് പറ്റില്ല? ഈ ഒരു അത്രയും സെൻസിറ്റീവ് അല്ല UV വിസിബിൾ സ്പെക്ട്രോസ്കോപ്പി എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് മറ്റൊരു ലിമിറ്റേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ UV വിസിബിൾ സ്പെക്ട്രോസ്കോപ്പിയുടെ വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഈ കുറച്ച് സീരീസ് ഓഫ് ക്ലാസ്സസിലൂടെ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, അപ്പോൾ ഈ ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. താങ്ക് യു സോ മച്ച്.